കാലിഫോർണിയയിലെ സോൾവാങ്ങിലുള്ള ഓൾഡ് മിഷൻ സാന്താ ഈനസ് ഇടവകയിൽ വെച്ചാണ് ഹോളിവുഡിലെ വിഖ്യാത താരം ഷിയ ലബോഫിന്റെ കത്തോലിക്ക സഭ പ്രവേശനത്തിന്റെ കൂദാശ കർമ്മങ്ങൾ നടത്തപ്പെട്ടത്. കപ്പൂച്ചിൻ ഫ്രാൻസിസ്കൻ വെസ്റ്റേൺ അമേരിക്കൻ പ്രൊവിൻസിന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് താരം കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ച വിവരം ഔദ്യോഗികമായി പുറത്തുവന്നത്. പാദ്രെ പിയോ എന്ന സിനിമയിൽ ഫ്രാൻസിസ്കൻ സന്യാസിനിയായി അഭിനയിക്കാൻ ലാബോഫ് ആദ്യമായി പരിശീലനത്തിന് പോയതും ഇതേ കപ്പൂച്ചിൻ ഇടവകയിൽ നിന്ന് തന്നെയാണ്. പാദ്രെ പിയോ ആയി വേഷമിട്ടത് തന്നെ ദൈവത്തെ കണ്ടെത്തുന്നതിന് മുമ്പ് താൻ ഒരു നിരീശ്വരവാദിയായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിശുദ്ധ പാദ്രെ പിയോയുടെ സ്വാധീനം കത്തോലിക്ക വിശ്വാസത്തോടുള്ള സ്നേഹത്തിലേക്ക് നയിച്ചുവെന്ന് 37-കാരനായ ലബോഫ് 2023 ഓഗസ്റ്റിൽ വെളിപ്പെടുത്തിയിരുന്നു. വിശുദ്ധ പാദ്രെ പിയോയുടെ ജീവിതത്തെ ഇതിവൃത്തമാക്കി റിലീസ് ചെയ്യപ്പെട്ട പാദ്രെ പിയോ സിനിമയിൽ വിശുദ്ധന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ച് ലബോഫ് ജനഹൃദയം കീഴടക്കിയിരുന്നു. വിശുദ്ധ പാദ്രെ പിയോയുടെ സിനിമയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തന്നെ യേശുക്രിസ്തുവിലേക്കും കത്തോലിക്ക സഭയിലേക്കും നയിച്ചുവെന്ന് ഷിയ ലബോഫിന്റെ വെളിപ്പെടുത്തൽ നാളുകൾക്ക് മുമ്പ് തന്നെ വലിയ വാർത്തയായിരുന്നു. യുഎസിലെ ബിഷപ്പ് റോബർട്ട് പാരൻ നയിക്കുന്ന വേൾഡ് ഓൺ ഫയർ കാത്തലിക് മിനിസ്ട്രിക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രസ്തുത സാക്ഷ്യം അദ്ദേഹം പങ്കുവച്ചത്. അതുകൊണ്ട് തന്നെ ബിഷപ്പ് റോബർട്ട് പാരനിൽ നിന്ന് സൈറലേപനം സ്വീകരിക്കണമെന്ന തന്റെ ആഗ്രഹവും അദ്ദേഹം ഇന്ന് നിറവേറ്റി. കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കുന്നതിന്റെ ഭാഗമായ വിശ്വാസ പരിശീലന ക്ലാസ്സിൽ പങ്കെടുത്തിരുന്നതായി ലബോഫ് കഴിഞ്ഞ വർഷം വെളിപ്പെടുത്തിയിരുന്നു. പാശ്ചാത്യ നാടുകളിൽ കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കുന്നതിൽ സുപ്രധാനമാണ് RCIA എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന വിശ്വാസ പരിശീലന ക്ലാസുകളിലെ പങ്കാളിത്തം. വിശുദ്ധന്റെ കഥാപാത്രത്തെ ഉൾക്കൊള്ളുന്നതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ ജീവിതം അടുത്തറിയാൻ ഫ്രാൻസിസ്കൻ കപ്പൂച്ചിൻ സന്യാസിമാരുടെ ആശ്രമത്തിൽ താമസിച്ച കാലയളവിലാണ് കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കണമെന്ന ആഗ്രഹം ഷിയ ലബോഫിൽ സൃഷ്ടിച്ചത്. എന്നാൽ പാദ്രെ പിയോയുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ തീരുമാനിച്ചത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല, മറിച്ച് തന്റെ കരിയറിന് നേട്ടമുണ്ടാക്കാൻ വേണ്ടി മാത്രമായിരുന്നുവെന്ന് ലബോഫ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് വിശുദ്ധന്റെ ജീവിതം കൂടുതൽ അടുത്തറിഞ്ഞപ്പോൾ അദ്ദേഹം കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കൂടുതൽ അടുക്കുകയായിരുന്നു. ജപമാല, പരിശുദ്ധ കുർബാന, കുംഭസാരം, പരമ്പരാഗത ലത്തീൻ കുർബാനയോടുള്ള ഇഷ്ടം, പരിശുദ്ധ അമ്മയുമായി അനുരഞ്ജനത്തിലൂടെ താൻ അനുഭവിച്ച സമാധാനം എന്നിവയെല്ലാം തന്നെ വിശ്വാസത്തിലേക്ക് കൂടുതൽ അടുപ്പിച്ചെന്നും കൂടാതെ സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച മറ്റെല്ലാവരും ഉത്തമ വിശ്വാസികളായിരുന്നുവെന്നും അവരുടെ ജീവിതത്തിന്റെ ക്രമവും ജീവിതശൈലിയിലെ വഴിതെറ്റുന്ന സ്വഭാവത്തിൽ നിന്ന് വളരെ എളുപ്പത്തിൽ രക്ഷപ്പെടുന്നതുമെല്ലാം തന്നെ വളരെയേറെ സ്വാധീനിച്ചുവെന്നും ലബോഫ് വ്യക്തമാക്കി. സിനിമയുടെ ചിത്രീകരണ നാളുകളിലുടനീളം വലിയ സംരക്ഷണം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പാദ്രെ പിയോ താമസിച്ചിരുന്ന യഥാർത്ഥ സ്ഥലങ്ങളിൽ ചിത്രീകരണം നടത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ കൂടുതൽ പഠിക്കുകയും ആചരിക്കുകയും ചെയ്തു. അങ്ങനെ പൂർണ്ണമായും വളരെ എളുപ്പത്തിൽ തന്നെ വഴി കണ്ടെത്തുകയായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്റെ രാഷ്ട്ര ഡെസ്ക് ഷെയ്ഖ് ന്യൂസ്.